ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങള് 97 ഉഗാണ്ടയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് താമസിച്ച വീട്, അന്നത്തെ വീട്, അതും ഇപ്പൊ നമ്മൾ താമസിക്കുന്ന 2024 താമസിക്കുന്ന വീടും, രണ്ട് വീടും വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുക ഉഗാണ്ട എങ്ങനെയുണ്ട്, അവിടുത്തെ ആൾക്കാരെങ്ങനെയുണ്ട്, അവിടെ എങ്ങനെയാ ജീവിതം, നാട് പോലെയാണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ പിടിച്ചിരുന്നത് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഉഗാണ്ട എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഈ രണ്ട് വീടും കണ്ടിട്ട് വന്നാലോ. പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാട്ടെ. ഞങ്ങൾ 97 ഉഗാണ്ടയ്ക്ക് വന്നപ്പോൾ ആദ്യമായി താമസിച്ച വീടാണ് കേട്ടോ ഇത്. 4 വീടുണ്ട് ഈ ഒരു കോമ്പൗണ്ടിൽ. താഴെ 2, മേലെ 2. കോമ്പൗണ്ട് കണ്ട, ഇവിടെയൊക്കെ നിറയെ എൻ്റെ ചെടികളായിരുന്നു. അതൊക്കെ വെട്ടിക്കളഞ്ഞ് വെറുതെ പുല്ല് മാത്രമാക്കി വെച്ചു. അപ്പോൾ താഴെ കാണുന്ന 2 ഡോറ് കണ്ട, അതിൽ ലെഫ്റ്റിലത്തെ ഡോറിലായിരുന്നു, ആ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞങ്ങളുടെ മക്കളെ കുട്ടിക്കാലം മുഴുവൻ ഇവിടെയായിരുന്നു. ഒരുപാട് ഓർമ്മകളുള്ള ഒരു കോമ്പൗണ്ടാണ് എനിക്ക്. ഒരുപാട് ആത്മബന്ധമുള്ള ഒരു കോമ്പൗണ്ടുണ്ട് ഇത്. വീടിൻ്റെ ബാക്ക് സൈഡ് ഇവിടെയൊക്കെ നിറയെ എൻ്റെ പച്ചക്കറികളും കൃഷികളായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഈ കോമ്പൗണ്ട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമായി. ഇതിങ്ങനെ ആക്കിയില്ലേ എന്നുള്ളൊരു ഇതിൽ എല്ലാം അവർ വെട്ടിക്കളഞ്ഞ് ഇതുപോലെ ആക്കി. നോക്കിയാൽ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. ഇതിങ്ങനെയൊന്നല്ലായിരുന്നത് ഈ കോമ്പൗണ്ട്. നിറയെ കൃഷിയും ചെടികളൊക്കെ ആയിട്ട് ഫുള്ള് പച്ചപ്പായിരുന്നു. നമുക്ക് വേണ്ട പച്ചക്കറികൾ മൊത്തം ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിരുന്നാണ്. ഇപ്പോൾ ഒന്നുമില്ല. ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ എനിക്ക്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടാണ് കേട്ടാ. ഏറ്റിൻ്റെ അടുത്ത് കണ്ട ഒരു അവക്കേടോ മരം. പിന്നെ അതേ ഇവിടെ വാച്ച്മാൻ ഇരിക്കുന്നുണ്ട് കണ്ട, അവരിയ്ക്കുന്ന സ്ഥലമാണിത്. പിന്നെ ഇവിടെ ഒരു പാമ്പുണ്ട്. ഇതൊക്കെ കൃഷികൾ, വാഴ, മുരിങ്ങ ഒക്കെ കൃഷികൾ കേട്ടാ. പിന്നെ ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാൻ വരച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. നല്ലൊരു മുരിങ്ങയുണ്ട്. എനിക്ക് ഇവിടുത്തെ കായക്കൊല കണ്ട, എത്ര വലിയ കൊലയെന്നൊക്കെ കുറേ ഉണ്ട്, ഒരെണ്ണം മാത്രമല്ല കണ്ട. കായക്കൊലകൾ, വലിയ കൊലകൾ. മുരിങ്ങക്കായൊക്കെ ഞാൻ പിന്നെ ആവശ്യത്തിന് വന്ന് അപ്പാപ്പ പൊട്ടിക്കുള്ള സാമ്പാർ വയ്ക്കുമ്പോഴേക്ക് പൊട്ടിച്ച് കൊണ്ടയ്ക്കില്ല. ആവശ്യത്തിനുള്ള വന്ന് നമ്മൾ പൊട്ടിക്കും. അപ്പോൾ അത് ഇനിയും കുറേ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഴക്കൊല കണ്ട, വലിയൊരു കൊല. ഇവിടെ പപ്പമരം, കറിവേപ്പ്. ഇവിടെ ഒന്നിനും നമുക്ക് ക്ഷാമമില്ല, നാട്ടിലത്തെ പോലെ തന്നെയാണ്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കയറി വരുന്ന ഭാഗമാണ് കേട്ടാ, ഗേറ്റിൻ്റെ അവിടെ നിന്ന്. നമ്മളിതിലേ അകത്തേക്ക് പോയി ഇവിടെയൊക്കെ കുറച്ച് ചെടികളൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടയറിലൊക്കെ ഇനി വെച്ച് കൊടുത്തിട്ടുള്ള ചെടിച്ചട്ടിയൊന്നും ഇല്ല. അപ്പോൾ വലിയ വണ്ടിയിലെ ടയറുകളൊക്കെ കിട്ടിയപ്പോൾ അതിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു. ഇവിടെ ഒരു വാണ്ടറിങ് ജൂ വെച്ച് കൊടുത്തു. ഇവിടെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. തുളസി തറയിൽ തുളസി നട്ടത് ഇപ്പം നല്ലതായി പച്ചച്ച് വന്നു, ഉണങ്ങിപ്പോയിട്ട്. ഇപ്പം ആദ്യം മഴ വന്നപ്പോൾ നല്ലതായി വേറെ തൈ വെച്ച് കൊടുത്തതാണ് ഞാൻ തുളസി തറയിൽ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗമാണ്. ഇവിടെ കണ്ട സക്കിലൻ്റ് ഹാങ്ങിങ് ആയി പെയിൻറ്റ് ടിന്നിൽ വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ. പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ റൂമുകളാണ്. അവൾ ഇവിടെ പണിക്ക് വരുന്ന പെൺകുട്ടിയുടെ റൂമൊക്കെ ഇതൊക്കെ അവൾ റെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അവിടെ ഞാൻ ടർട്ടിൽ വൈൻ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാലിട്ടിട്ടുണ്ട് നമുക്കൊരു ടൈം പാസിന്. നേരെ കാണുന്നതാണ് വീട്ടിലേക്കുള്ള വഴി, അകത്തേക്ക് കയറാൻ. ഇവിടെ ഞാൻ വന്നതിന് ശേഷം റോസൊക്കെ
വെച്ച് പിടിപ്പിച്ച് ഇപ്പം എല്ലാതും പൂത്ത് തുടങ്ങി റോസുകളൊക്കെ. പ്രൂൺ ചെയ്ത് മരുന്നടിച്ച് എല്ലാതും കണ്ട തളിർത്ത് നിറയെ മുട്ടണ്. ഇപ്പം എല്ലാത്തിലും പൂവിടാൻ തുടങ്ങി റോസുകളൊക്കെ. ചെട്ടിമല്ലിയൊക്കെ നോക്കി കണ്ട. ഒക്കെ ഇപ്പം ഞാൻ വന്നതിന് ശേഷം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. എല്ലാം പോയിട്ട് ഇത് ഇന്നിപ്പം നട്ടിട്ടുള്ളതാണ് കുറച്ച് ഡാലിയൊക്കെ. പിന്നെ ഇവിടെ തന്നെയാണ് എൻ്റെ മാളൂട്ടി കിടക്കുന്നുണ്ട്. കണ്ട മാളൂട്ടി കിടക്കണ്. ഇത് മാളൂട്ടി. ഇനി കുട്ടി മാളുവിനെ കാണിച്ചു തരട്ടെ. അത് കുട്ടി മാളൂന്ന് കുറച്ച് കുറുമ്പത്തി. ഇതേ കിടക്കണ് കുട്ടിമാളു. കുട്ടിമാളു 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 വിളിയാക്കടി. ഡീ കുറുമ്പത്തിയാ. ഇതാണ് കുട്ടിമാളു. ഇവൾക്ക് കുറച്ച് കുറുമ്പ്. മറ്റേ മാളൂട്ടിക്ക് ഭയങ്കര പേടീന്. അപ്പം നമ്മളിങ്ങോട്ട് കയറി വന്നിട്ട് നേരെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കാണാം പൂജാ റൂം. കണ്ട ഇതാണ് ഞങ്ങളുടെ പൂജാ റൂം. ഇപ്പോൾ ഇവിടെ 6:30 ഞാൻ വിളക്കൊക്കെ കത്തിച്ചു വൈകിട്ട്. ഇതൊരു റൂം. അപ്പോൾ നമ്മളിത് പൂജാ റൂമാക്കി വെച്ചിരിക്കുന്നതാ ഈ റൂം. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതൊരു റൂം, ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ. ഇത് വേറൊരു ബെഡ്റൂം. കയറി വരുമ്പോൾ പൂജാ റൂമും വേറൊരു ബെഡ്റൂം. പിന്നെ ഇത് ഡൈനിങ് റൂം. ഡൈനിങ് റൂമിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കിച്ചൺ. ഇത് ഞങ്ങളുടെ ചെറിയൊരു കിച്ചൺ. കണ്ട ഇതാണ് കിച്ചൺ. പിന്നെ ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റോറുണ്ട് കേട്ടോ, ചെറിയൊരു സ്റ്റോറ്. പിന്നെ ഇത് ഒരു ബാത്റൂമാണ്. ഇനി നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂം. ഇതടുത്തൊരു ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു, ഡൈനിങ് റൂമിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ സമയം കണ്ട 6:45 സമയം, വൈകിട്ട് 6:45. ഡൈനിങ് റൂമിൽ നിന്ന് നമ്മൾ വേറെ റൂമിലേക്ക് വന്നു. ഇതൊരു ചെറിയൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. സിറ്റിംഗ് റൂമിൻ്റെ അടുത്തുള്ള ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ചെറിയൊരു ബെഡ്റൂം. ഇനി നമ്മൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിംഗ് റൂം എത്തി. കണ്ട ഇതാണ് സിറ്റിംഗ് റൂം. ഇത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമ്മുടെ സിറ്റിംഗ് റൂം. നോക്കിയേ, കുട്ടിമാളും മാളൂട്ടിയൊക്കെ സോഫയുടെ കുഷിയാനൊക്കെ കളിച്ചിട്ട് അവർ തട്ടിമറിച്ചിട്ടിട്ട്. സിറ്റിംഗ് റൂമിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കോറിഡോറുണ്ട്. അവിടെ നമ്മൾ ഇൻവെർട്ടറൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് റോഡ് സൈഡിലാണ് വീടേ. അപ്പോൾ കണ്ട വാഹനങ്ങളൊക്കെ പോണത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ കോറിഡോറിൻ്റെ അപ്പുറത്ത് റോഡാണ്. ഇൻവെർട്ടറൊക്കെ വെച്ചിരിക്കുന്നത് ഈ കോറിഡോറിൽ. ഇത് സിറ്റിംഗ് റൂം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം താമസിക്കുന്ന വീട്. ഇതൊക്കെ എൻ്റെ ചെടികൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മണി പ്ലാന്റ്, ലക്കി ബാമ്പു, ഇത് കണ്ട ഫിലോഡൻഡ്രം. ഇതൊക്കെ ഞാൻ നല്ല ഭംഗിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഒരു സീനറി വെച്ച് കൊടുത്തു. പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫാൻ്റെ കേടായത് സ്റ്റോറിൽ കിടന്നിരുന്ന് എടുത്തിട്ട് ഇത് ഓളും ഒരു ഹാങ്ങിങ്സ് മണി പ്ലാന്റ് സെറ്റ് ചെയ്തു. അതങ്ങനെ. പിന്നെ ഇവിടെ കണ്ട നമ്മുടെ കൃഷ്ണനൊക്കെ ഇരിക്കുന്നത് ഷോക്കേസിൽ. ഇതൊക്കെ ഞാൻ വെച്ചതാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പനെയൊക്കെ ഞാൻ വെച്ചതാണ്. ഇത് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ, സോഴ്സ് ഓഫ് നൈൽ ഫോട്ടോ ആണ് ഇതൊക്കെ. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ്റെ ഫോട്ടോസ് വെച്ച് കൊടുത്തു. ഇതൊക്കെ സിറ്റിംഗ് റൂമിൽ വെച്ചിരിക്കുന്നതാ. എന്തെങ്കിലുമൊക്കെ വേണ്ട ചമരുമൽ, അത് കാരണം. ഇവിടെ മക്കളുടെ ഫോട്ടോ വെച്ച് കൊടുത്തു, നയാഗ്രയിലത്തെ.
ഇവിടെ ചേട്ടൻ്റെ ഫോട്ടോ. ഇത് കണ്ട ഫ്ലാഗ്, ഗാണ്ടൻ ഫ്ലാഗും ഇന്ത്യൻ ഫ്ലാഗും. ഇത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇങ്ങനെ സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഉഗാണ്ടയിൽ വന്നിട്ട് താമസിച്ച വീടുകളൊക്കെ എല്ലാവരും കണ്ടല്ല. വീടുകളൊക്കെ എങ്ങനെയുണ്ട്, വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഉഗാണ്ടനെ കുറിച്ചും ഉഗാണ്ടയിലത്തെ വീടുകളും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റൊക്കെ അറിയിക്കുക. ഇനിയും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഇനി ഞാൻ വരാട്ടോ. ഉഗാണ്ടയിലത്തെ വിശേഷങ്ങൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.